അല്ല മീൻസ് അനുവാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു പരിപാടി കൂടി ആയിരുന്നു ട്ടോ. നമ്മുടെ കോളേജിലെ ഏറ്റവും മികച്ചൊരു പരിപാടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും മികച്ചൊരു പരിപാടിയായിട്ട് ഈ ഒരു പ്രതിധ്വനി മാറണമെങ്കിൽ ആ ഒരു ടീച്ചർ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ട്ടോ. നമ്മൾ ആരും ഇതുവരെ സ്വത ടീച്ചറിനെ കണ്ടിട്ടില്ല. സ്വത ടീച്ചറിനെ ഞങ്ങൾക്ക് അറിയ പോലുമില്ല. പക്ഷെ ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി എടുത്ത എഫേർട്ട് അത് ചില്ലറയൊന്നുമല്ല ട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളാണ് പരിപാടി നടത്തിയതെങ്കിലും ഇപ്രാവശ്യം നടത്തിയത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആണ് ട്ടോ. നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റ് കോളേജിലെ സ്റ്റുഡൻസും ആയിരുന്നു ട്ടോ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്നുള്ളത് നമ്മുടെ ശ്രുത ടീച്ചറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നേ. അപ്പം ആ ആഗ്രഹത്തിന് ടീച്ചർ എന്നെ നിർദ്ദേശിച്ചൊരു പേരായിരുന്നു പ്രതിധ്വനി എന്ന് പറയുന്നത്. അങ്ങനെ ടീച്ചറുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അധ്യാപകരായിട്ടുള്ള ദി സാറും അനിൽ സാറും ഒക്കെ കൂടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ പല പല കോളേജുകളിലെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ക്വിസ്, ഡിബേറ്റ്, ട്രഷർ ഹണ്ട്, ഇപ്രാവശ്യം നമ്മളൊരു ഐറ്റം കൂടി കൂടിച്ചേർത്തു ട്ടോ, ഒരു സോളോ ഡാൻസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ക്ലാസിന്റെ കോർഡിനേഷനും അവരെടുക്കുന്ന എഫേർട്ടും ഒക്കെ എല്ലാവർക്കും കാണാൻ പറ്റും ട്ടോ. ഈ ഒരു പരിപാടി എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് ഈ ലാസ്റ്റ് നിൽക്കുന്ന കറുത്ത കുപ്പായക്കാരുടെ കയ്യിലുള്ളതാണ് ട്ടോ. ഓക്കെ ബൈ.